നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പോപ്പ് ലിയോ 14 മാപ്പ് പറഞ്ഞിരിക്കുന്നു. അതായത് അടിമ കച്ചവടത്തെ ഒരു കാലത്ത് കാതലിക് ചർച്ചും അതിൻ്റെ നേതൃത്വത്തിലിരുന്ന വിവിധ പാപ്പൽ ഓഫീസുകളും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സപ്പോർട്ട് ചെയ്തതിനെ, അടിമ കച്ചവടത്തെ, അടിമത്തത്തെ നിരാകരിക്കുവാൻ വൈകിയതിന് ലിയോ 14 മാർപ്പാപ്പ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതാകുന്ന ഒരു ചാക്രിക ലെറ്റർ, ഒരു എൻസൈക്ലിക്കൽ ലെറ്റർ എന്ന് വിളിക്കാം, പോപ്പുമാർ അവരുടെ കീഴിലുള്ള വിശ്വാസികൾക്ക്, കർദിനാൾമാർക്ക്, അച്ഛന്മാർക്കൊക്കെ അയക്കുന്ന ഒരു ലെറ്ററാണ്. ആ ലെറ്ററിൽ ഈ വിഷയങ്ങൾ പറഞ്ഞ്, അതായത് ആധുനിക കാലത്തുള്ള സ്റ്റാൻഡേർഡുകൾ വെച്ച് നോക്കുമ്പോൾ മനുഷ്യത്വത്തിന് കൊടുക്കേണ്ട വില കൊടുക്കുവാൻ ഒരു കാലത്ത് കഴിഞ്ഞില്ല. അതിനെ അപലപിക്കുവാൻ സഭ വൈകിപ്പോയി. അതിന് താൻ ഖേദമുള്ളവനാണെന്നുള്ള വിധത്തിൽ ലിയോ 14 ഖേദം രേഖപ്പെടുത്തുന്നത് കാണുവാനിടയായി തീർന്നു. മാഗ്നിഫിസൻറ്റ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിലാണ് ലിയോ 14 ഈ വരികൾ കുറിച്ചു വെച്ചത്. ലിയോ 14 സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ പാപ്പൽ ഓഫീസിൽ വന്ന ശേഷം എടുത്ത പല നിലപാടുകളും തൻ്റെ പ്രസ്താവനകളും വളരെ വിപ്ലവകരമായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, മറിയം സഹമധ്യസ്ഥയാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പുറത്തിറക്കിയ, അല്ലെങ്കിൽ ഹോളി സീ പുറത്തിറക്കിയ ചില ഡോക്യുമെൻറ്റ്സ്. ലിയോ 14 പിന്നീട് ഈ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെക്കുറിച്ചൊക്കെ എടുത്ത നിലപാടുകളും ലോകം മുഴുവൻ ചർച്ച ചെയ്തതാണ്. യുദ്ധത്തിന് വിരുദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ട്രംപ് ഒത്തിരി ശക്തമായിട്ട് അപലപിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ആ സമയത്തും പാഠഭേദത്തിൻ്റെ ഒരു പാഠത്തിൽ യുദ്ധം ഒരിക്കലും നല്ലതല്ല, ക്രിസ്തീയ വിശ്വാസത്തിന് ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയില്ല, യുദ്ധക്കൊതി പൈശാചികമാണ് എന്നൊരു നിലപാട് ഞാൻ പങ്കുവച്ചത് ഓർക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു മീറ്റിങ്ങിൽ യുദ്ധം ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അത് പൈശാചികമാകുന്ന ശക്തികളാണ്, യുദ്ധകൊതിയന്മാർ ശരിക്കും അന്ധകാരത്തിൻ്റെ ശക്തിയുടെ കൺട്രോളിൽ ഉള്ളവരാണെന്നൊക്കെ ഞാൻ പറയുവാനിടയായി തീർന്നു. എന്താണെങ്കിലും പോപ്പ് ലിയോ 14 നിലപാടുകൾ ലോകം മുഴുവൻ ശ്രദ്ധയോടുകൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ്, അതായത് ഏതാണ്ട് 12 മില്യണോളം ആഫ്രിക്കൻസിനെ ബലം പ്രയോഗിച്ച് ഈ പറഞ്ഞ അടിമകളാക്കി കൊണ്ടുപോയ ആ ചരിത്രമൊക്കെ പോപ്പ് തൻ്റെ ഈ പുതിയ ലെറ്ററിൽ, ഈ ചാക്രിക ലേഖനത്തിൽ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിനെ മുൻകാല പോപ്പുമാർ, പ്രത്യേകിച്ചും 15-ാം നൂറ്റാണ്ടിലെ 16-ാം നൂറ്റാണ്ടിലെയൊക്കെ പോപ്പുമാർ വിവിധ തരത്തിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച നടപടികൾ എടുത്തു എന്നുള്ളത് ചരിത്രമാണ്. പോർച്ചുഗീസ് സർക്കാരിനൊക്കെ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുവാനും വേണമെങ്കിൽ ആ രാജ്യത്തിലെ ഇൻഫിഡിൽസ്, അല്ലെങ്കിൽ അവിശ്വാസികളെന്നോ അവിശ്വസ്തരെന്നോ ഒക്കെ വിളിക്കാം, അവരെ അടിമകൾ ആക്കാനൊക്കെയുള്ള പാപ്പൽ ബുൾ എന്ന് പറയാം, അതായത് പോപ്പിൻ്റെ കൽപ്പനകൾ ആ ഒരു രാജ്യങ്ങൾക്ക് നൽകിയതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അടിമകളാക്കുന്നവരെ വിൽക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഉള്ള പാപ്പൽ തീരുമാനങ്ങൾ ചരിത്രത്തിലെ ഇരുളടഞ്ഞ കാത്തലിക് ചർച്ചിൻ്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളാണ്. അവയെല്ലാം ഓർത്തുകൊണ്ട് സഭ ഇത്തരത്തിലുള്ള ഇൻഹ്യൂമൻ നടപടികൾക്ക് ഒരു കാലത്ത് സഹകരിച്ചതോ അല്ലെങ്കിൽ അതിനെ എതിർക്കുവാൻ കഴിയാതിരുന്നതോ തെറ്റായിപ്പോയി എന്നുള്ള തൻ്റെ ഖേദപ്രകടനമായി പോപ്പ് ലിയോ 14 മുമ്പിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ
ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, ലിയോ 13 പോപ്പ്, തൻ്റെ തന്നെ പേരുള്ള പഴയ പോപ്പ്, 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് അടിമത്തത്തിനെതിരെ സംസാരിച്ച കാതലിക് പോപ്പ്. പക്ഷേ ആ സമയത്തിന് മുമ്പ് തന്നെ പോപ്പ് ആ പ്രസ്താവനകൾ, ലിയോ 13 ആ പ്രസ്താവനകൾ നടത്തുന്നതിന് മുമ്പ് തന്നെ ലോകത്തിൽ പല രാജ്യങ്ങളും അടിമത്തം നിരോധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വൈകിയാണ് അത്തരമൊരു പ്രസ്താവന പുറത്തു വന്നതെന്നുള്ള അഭിപ്രായമാണ് ലിയോ 14 ഉള്ളത്. എന്താണെങ്കിലും ശുഭസൂചനയാണ് കാതലിക് ചർച്ച് പോലെയുള്ള ഒരു ചർച്ചിൻ്റെ തലപ്പത്തിരിക്കുന്ന പോപ്പ് ലിയോ 14 ഇത്തരത്തിലുള്ള തുറന്ന സമ്മതങ്ങൾ നടത്തുന്നത്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. പോപ്പ് ലിയോ 14 പറയുന്നത് ആധുനിക കാലത്തിൻ്റെ സ്റ്റാൻഡേർഡുകൾ അനുസരിച്ച് ഒരുപക്ഷെ സഭയുടെ പഴയ ചെയ്തികൾ തെറ്റാണെന്ന് നമുക്ക് തോന്നാം എന്ന അർത്ഥമാണ്. അത്ര തുടർന്ന് സമ്മതിക്കുവാൻ കഴിയുന്നില്ല. പഴയകാല ചെയ്തിവനകൾ തെറ്റായിരുന്നു, ഇന്നത്തെ സ്റ്റാൻഡേർഡ് മാറിയത് കൊണ്ടാണ് ആളുകൾക്ക് അങ്ങനെ തോന്നുന്നത് എന്ന ഒരു ധ്വനി ആ വാക്കുകളിലുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, 1-ാം നൂറ്റാണ്ട് മുതൽ സഭ ഇത്തരത്തിലുള്ള അടിമത്തങ്ങൾക്കും മനുഷ്യനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിനും ഒക്കെ എതിരായിരുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ദാസന്മാർ പോലും അഭിഷേകം കൊണ്ട് നിറയുമെന്ന് പറഞ്ഞ പുതിയ നിയമം, ആ പുതിയ നിയമം ക്രിസ്തുവിൽ ദാസനെന്നും യജമാനെന്നും വ്യത്യാസമില്ല എന്ന് പഠിപ്പിച്ച പുതിയ നിയമം, ആ പുതിയ നിയമം അതിൻ്റെ ആരംഭകാലം മുതൽ തന്നെ ഇത്തരം ഇൻഹ്യൂമൻ പ്രവർത്തികൾക്ക് എതിരായിരുന്നു. പക്ഷേ കാലത്തിൻ്റെ കടന്നുപോക്കിൽ പിന്നെ എപ്പോഴോ കാതലിക് ചർച്ചിന് ആദ്യ നൂറ്റാണ്ടിലെ ആ ആശയങ്ങളിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അത്തരമൊരു തുറന്നു പറച്ചിൽ കൂടെ നടത്തിയിരുന്നുവെങ്കിൽ അത് എത്ര ഉദാത്തമാകുമായിരുന്നു എന്ന ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.